ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം 21 മെയിലുള്ളത്. സോ നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഞാൻ 25,000 ഓരോ കറക്ഷനിൽ പോകുമ്പോൾ അത് 25,000 ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സീരീസ് 25,000 ഹോൾഡ് ചെയ്യാൻ സാധ്യത. കാരണം ഇന്നലെ നിങ്ങൾ നോക്കണം, ഇന്നലെ ഇത് ക്ലോസ് ചെയ്ത് 24,669 വരെ ലോ വന്നിരുന്നു. സോ ഇന്ന് രാവിലെ അത് 24,946 വരെ പോയി ആ നിഫ്റ്റി. സോ ദാറ്റ് മീൻസ് എ ഹ്യൂജ് മൂവ്. ഇന്ന് രാവിലെ വാങ്ങിച്ചവർക്ക് ദേ കുഡ് ഹാവ് മെയ്ഡ് മണി നൗ. സോ ഇന്ന് നല്ലൊരു മൂവാണ് ചെയ്തത്. നിഫ്റ്റി ഇൻട്രാഡേ മൂവ് ചെയ്തതിന് ഓൾമോസ്റ്റ് 24,700 എടുക്കാന്ന് വെച്ചാൽ ഈ 10-200 പോയിന്റ് മൂവ് ഇൻട്രാഡേ ഒരു 2 മണിക്കൂറിനുള്ള മൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്ത് റിലയൻസും HDFC ബാങ്കിൻ്റെ നല്ല മൂവായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതൊരു സ്റ്റോക്ക് BEL എന്നുള്ള സ്റ്റോക്കാണ്. ആ BEL കുറിച്ച് ഞാൻ ഓൾറെഡി മെൻഷൻഡ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ സ്റ്റോക്ക്. ആ സമയത്ത് ഓൾമോസ്റ്റ് സംവെയർ അറൗണ്ട് 330 ആ പ്രൈസിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ നൗ ഇറ്റ് ഈസ് ഡൂയിങ് സംവെയർ അറൗണ്ട് 380. എൻ്റെ ഒരു കാൽക്കുലേഷൻ പറയും 390 അബൌട്ട് ചെയ്യണം ഈ BEL എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് സ്റ്റോക്ക് BEL. സോ അത് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ബൈ ചെയ്തതിൽ ഐ ഡോണ്ട് റെക്കമെൻഡ്. ഞാൻ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് സംവെയർ അറൗണ്ട് 311 ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നൗ ഗോൺ അപ്പ്. നല്ല ഫാസ്റ്റായി മൂവ് ചെയ്ത് കഴിഞ്ഞു. വേറെ സ്റ്റോക്കാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്, ഡ്രഡ്ജിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ ഡ്രഡ്ജിങ് കോർപ്പറേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ഈ പോർട്ടിലെ ഇന്ത്യൻ നേവി ആൻഡ് അതർ മെറൈൻ ഓർഗനൈസേഷന് വേണ്ടി ഡ്രഡ്ജിങ് ചെയ്തൊരു കമ്പനിയാണ്. കമ്പനി എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനി ഇൻ ദി ഡൊമസ്റ്റിക് ഡ്രഡ്ജിങ് മാർക്കറ്റ്. 80% മാർക്കറ്റ് ഷെയറിലൊരു കമ്പനിയാണ് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ. മാർക്കറ്റ് ക്യാപ്പ് 2,120 കോടി അതിന് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഡ്രഡ്ജിങ് കോർപ്പറേഷൻ. സോ കറണ്ട് പ്രൈസ് 757 അതിൻ്റെ ലോ പോയത് 495 ആണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് സെയിൽസ് ഗ്രോത്ത് ഏകദേശം 12.6% സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ എനിവേ ദി സ്റ്റോക്ക് എൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സംവെയർ അറൗണ്ട് 550 അതിൻ്റെ ഒരു സേഫ് സോണായിട്ട് ഞാൻ കാണുന്നത് ഈ ഡ്രഡ്ജിങ് കോർപ്പറേഷൻ്റെ. അത് ഒരു സ്റ്റോക്ക് വാച്ച് ചെയ്യുക. പിന്നെ അതുപോലെ വേറൊരു കമ്പനി ഞാൻ കാണുന്നത് JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഈ ടയർ കമ്പനിയാണിത്. ടയർ കമ്പനീസിൻ്റെ അതിന് വലിയൊരു നമ്പേഴ്സ് ഞാൻ കാണുന്നത് അതിൻ്റെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 2023 മാർച്ചിൽ അതിൻ്റെ 11.03 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2024 അതിൻ്റെ കണക്ക് പ്രകാരം അത് ഓൾമോസ്റ്റ് 18.56 അതിൻ്റെ ROC റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് നോക്കാൻ വെച്ചാലും അത് മാർച്ച് 23 6.36 ആയിരുന്നു. അതിപ്പോൾ 16.16 നല്ലൊരു ജമ്പാണ് ചെയ്തിട്ടുള്ളത് ഈ കമ്പനി. റിട്ടേൺ ഓൺ അസറ്റ് നോക്കാൻ വെച്ചാലും അത് നല്ല ജമ്പാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം നോക്കാം 2.3 6.18 കൊടുത്തു. സോ അതിൻ്റെ ഹൈ പോയിരിക്കുന്ന 52 ഹൈ പോയത് സ്റ്റോക്ക് 511 ഇപ്പോൾ ചെയ്യുന്നത് 376. സോ ഇഫ് യു ഗെറ്റ് ഇറ്റ് സംവെയർ അറൗണ്ട് ഒരു 250 ഒക്കെ അതിൻ്റെ ഒരു കംഫർട്ട് ലെവലായിട്ട് എനിക്ക് തോന്നുന്നത് JK ടയർ. സോ JK ടയർ നിങ്ങൾ വാച്ച് ചെയ്യും സ്റ്റോക്കൊക്കെ. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു പെർഫോമൻസ് ഉള്ള കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നു JK ടയേഴ്സ് എന്ന് വെച്ചാൽ. പിന്നെ എനിക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മളിപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ദ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വളരെ ഡെവലപ്പായി വരുന്നുണ്ട്. സോ ഇപ്പം പറയാന്ന് വെച്ചാൽ അറൗണ്ട് 29 കമ്പനീസിന് US FDA ഹെൽത്ത് കെയർ ഡിവൈസിൽ അവരെ ഉണ്ടാക്കുന്ന മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഡിവൈസ് എന്ന കമ്പനീനെ അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ വർക്ക് ഇതൊരു 1956 മെഷീൻസ് ഹാവിങ് ദ എബിലിറ്റി ടു ലേൺ ആസ് ദേ റിസീവ് സം ഡാറ്റ ആൻഡ് ദെൻ ദേ പ്രോസസ് ഇൻഫർമേഷൻ. അത് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ തിങ്ക് ലൈക്ക് ഹ്യൂമൻ ബീങ്സ് എന്ന്. അതുപോലെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത്. അത് കമ്പ്യൂട്ടറിന് നമ്മൾ സർട്ടൻ ഡാറ്റ കൊടുക്കുന്ന സമയത്ത്, കുറേ ഡാറ്റകൾ കൊടുക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടർ ഹ്യൂമൻ ബീങ്സിനെ പോലെ ചിന്തിക്കുന്ന പറയുന്നത്. സോ ഇത് ഈ മെഡിക്കൽ ഡിവൈസസിൻ്റെ അൽഗോരിതംസ് ആണത്. അത് US FDA പല ഏരിയയിലും അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് മെയിൻലി അത് അമേരിക്കയിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത് റേഡിയോഗ്രാഫ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളിപ്പോൾ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ പോലെ ആയിരക്കണക്കിന് പേഷ്യൻസ് OPD വരിക.
ഇവരൊക്കെ എക്സ്റേ എടുക്കുക, എക്സ്റേ എടുത്തിട്ട് ഓരോ എക്സ്റേ നോക്കി ഓരോ ഫോൾട്ട് അതിനകത്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അതൊരു ഡോക്ടറെ സംബന്ധിച്ചോളം ഒരു വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് എ ടയറിങ് ജോബ്. ആൻഡ് പലപ്പോഴും നിങ്ങൾ ഡയഗ്നോസ് അവിടെ റോങ് ആവും. അപ്പോൾ ഇത് വലിയൊരു ഹെൽപ്പ് AI ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു പറഞ്ഞു ഈ റേഡിയോഗ്രാഫിൽ. അതുപോലെ റേഡിയോളജിസ്റ്റിന് രോഗനിർണയം ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് പറയുന്നു. അതുപോലെ ഈ ഡയബറ്റിക് പേഷ്യൻ്റെ ഗ്ലൂക്കോസ് ലെവല് മോണിറ്റർ ചെയ്യുന്നതിൽ, പിന്നെ ECG റിപ്പോർട്ട് വായിക്കുന്നില്ല. എല്ലാവരും നമ്മൾ ECG റിപ്പോർട്ട് കൊണ്ട് ആയിരക്കണക്കിന് മെഡിക്കൽ കോളേജിലോ പ്രൈവറ്റ് ഹെൽത്ത് സെൻ്ററിലോ പോയി കഴിഞ്ഞാൽ ECG റിപ്പോർട്ട് ഈ ഡോക്ടേഴ്സിന് നോക്കുക വെച്ചാൽ ഇറ്റ്സ് എ TDS ജോബ്, ടൈം കൺസ്യൂമിങ് ജോബ് ഓൾസോ. പിന്നെ അതുപോലെ ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് മനസ്സിലാക്കാൻ. പിന്നെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഈ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനീസിന് വലിയൊരു ഗുണമാണ്. കാരണം ഇൻഷുറൻസ് കമ്പനി റീഇംബേഴ്സ്മെൻറ്റ് പൈസക്ക് പോയി കഴിഞ്ഞാൽ AI വെച്ചിട്ട് അവർ പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. പിന്നെ അത് വലിയൊരു ഹെൽപ്പ് AI ഹെൽത്ത് കെയറിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ PHCയിലാണ്, പബ്ലിക് ഹെൽത്ത് ക്ലിനിക്സ്. നമ്മളെ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെറിയ ചെറിയ പബ്ലിക് ഹെൽത്ത് ക്ലിനിക് ഉണ്ട്. അത് അവിടെ എന്ന് വെച്ചാൽ മിക്കവാറും ഈ പുവർ കൺട്രീസിൽ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, അപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇനഫ് ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാലും മിക്കവാറും PSCയിലൊക്കെ മറ്റുള്ള PSC ഉണ്ടോയെന്ന് അവിടെ പോയിക്കാനൊന്നും കാണാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ ലോ ഇൻകം സ്റ്റേറ്റ്സ്, പിന്നെ ലിമിറ്റഡ്. അപ്പോൾ കാരണം അവർ പറയുന്ന അവർ ഹെൽത്ത് കെയർ റിസോഴ്സിന് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ സ്പെൻഡ് ചെയ്യുന്നു പറയും. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ AI ക്യാൻ ഇംപ്രൂവ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻഫെക്ഷൻസ് ഔട്ട് ബ്രേക്സ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ട്യൂബർക്കുലോസിസ് ഔട്ട് ബ്രേക്ക് ചെയ്യുന്ന, മലേറിയ, ഡെങ്കി ഫീവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഒക്കെ വരുന്നത് AIക്ക് വളരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയും. കാരണം അത്ര ആ ക്ലിനിക്കിൽ എത്ര ആൾക്കാർ വരുന്നോ അതിൻ്റെയൊക്കെ ഡാറ്റ AI അനലൈസ് ചെയ്യുന്നു പറയും. അപ്പോൾ ഇത് ഓൾറെഡി ഇത് പ്രിഡിക്റ്റ് ചെയ്തത് ഈ സിക്ക വൈറസ് ഡൽഹിയിലുണ്ടായത്, COVID-19 പാൻഡമിക്, അതൊക്കെ ഈ AI ഓൾറെഡി കറക്റ്റായി പ്രിഡിക്റ്റ് ചെയ്തത്. അത് വലിയ വന്നൊരു റവല്യൂഷണറി ചേഞ്ചസ് ഉണ്ടാക്കിയത് പിന്നെ IBM വാട്സൺ എന്ന് പറഞ്ഞൊരു മിഷനായിരുന്നു അത് ഡയഗ്നോസിങ്ങിൽ. അത് പറയാനുള്ള ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ബോംബെയിൽ ക്യൂറി AI എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അത് തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ ഈ കമ്പനി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ IPO അടുത്ത കൊല്ലം വരാൻ പോകുന്നവർ പറയുന്നത്. അത് മെയിൻലി ചെസ്റ്റ് എക്സ്റേയിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ചെസ്റ്റ് എക്സ്റേയിലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്റേയിലൊക്കെ ഈ ക്യൂർ AIൻ്റെ അൽഗോറിതംസ് വളരെ ഇഫക്റ്റീവാന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് AI എന്താ വെച്ചാൽ ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് ഡ്യൂ ടു എബിലിറ്റി ടു ഇംപ്രൂവ് ദ സ്പീഡ്. പെട്ടെന്ന് പോയിക്കാൽ നമുക്ക് ഈ വളരെ ഒരു ക്ലിനിക്കിൽ പോയിക്കാൻ ഡോക്ടർക്ക് സ്റ്റെത്ത് വെച്ച് BP നോക്കി ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. കാരണം അത്രയും ആക്യുറസ് ആയിട്ട്, അത്രയും സ്പീഡിൽ, അത്രയും ഫാസ്റ്റായിട്ട് ഒരു റേഡിയോളജിസ്റ്റിന് അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഈ ക്രോണിക് ഡിസീസസ് ഇല്ല, അതിൻ്റെ ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു റിസ്ക് എന്ന് ഞാൻ പറയുന്നത് ഈ ഹാർട്ട് ഫെയിലിയറാണ്. ഹാർട്ട് ഫെയിലിയർ അതിൻ്റെ സിംറ്റംസ് തന്നെ പേഷ്യൻറ്റിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഷോർട്ട് ഓഫ് ബ്രീത്ത്, ഫാറ്റിക്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, വീസിങ്. അത് ഈ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻറ്റിനെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോസ്റ്റ്ലി അത് വളരെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. അത് മോസ്റ്റ്ലി 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അത് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ AIക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയും. സോ അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം. ഈ ഹാർട്ട് ഫെയിലിയറിന് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡിക്ക് ഡസൻറ്റ് ഹാവ് ദ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ടു മീറ്റ് ദ ബോഡീസ് ഡിമാൻഡ്സിനും. അത് നമ്മൾ റെസ്റ്റിലോ ഡ്യൂറിങ് ദി എക്സസൈസിലോ ഇത് രണ്ട് സമയത്ത് പറയും. ചില കൂട്ടർക്ക് എക്സസൈസ് ആകുമ്പോൾ ഹാർട്ട് ഫെയിലിയറായി മരിക്കുന്നുണ്ട്, ചില കൂട്ടർ വെറുതെ കിടന്നുറങ്ങുമ്പോൾ ഹാർട്ട് ഫെയിലിയറായി മരിക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ കാരണം ഈ ഹാർട്ടിൻ്റെ ഇന്നബിലിറ്റി ടു പമ്പ് ദ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ടു മീറ്റ് ദ ബോഡീസ് ഡിമാൻഡ്സ്. അതാണല്ലോ ഹാർട്ട് ഫെയിലിയർ വരുന്നത്. സോ ഇത് ഹാർട്ട് ഫെയിലിയറിന് ഏർലിയർ ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം വളരെ ഈസിയാന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ട് നിങ്ങളത് ഡാറ്റ AI കൊടുക്കുകയെന്ന് വെച്ചാൽ AI പറയുമ്പോഴും ഇയാളൊരു ഹാർട്ട് ഫെയിലിയറായി സാധ്യതയുള്ളൊരു പേഷ്യൻ്റാണ്, ഇയാൾക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള പെട്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ കാർഡിയോമെഗാലി എന്ന് പറഞ്ഞാൽ ഈ എൻലാർജ്മെൻറ്റ് ഓഫ് ഹാർട്ടിന് വരുന്ന കണ്ടീഷനാണ്. അത് ഹാർട്ട് മസിൽസ് ബിക്കം ലാർജർ ദാൻ നോർമൽ സൈസിൽ. അത് ഇറ്റ്സ് നോട്ട് എ ഡിസീസ് ഇറ്റ് സെൽഫ്, ബട്ട് rather a sign of underlying condition that put extra strain on the heart എന്ന് കൊടുക്കും. ആൻഡ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് വാൾവ് പ്രോബ്ലംസ്, ഹാർട്ട് മസിൽ ഡിസീസ്,
ഇതൊക്കെ എഐയിൽ ഏർലിയറായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് അതിൻ്റെ വലിയൊരു ഗുണം. പിന്നെ അൽഗോരിതംസിൽ ഇത് ലെസ് ദാൻ 60 സെക്കൻഡ്സിൽ ഇതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിലൊക്കെ ഈ ഒരു എ ഐ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് പേഷ്യൻസിന് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ള കാര്യം. പക്ഷേ എ ഐ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കും. എന്തിനാണ് നിങ്ങൾ ഡോക്ടറെ അടുക്ക പോകേണ്ട ആവശ്യം, എന്തിനാണ് നമ്മൾ ഫിസിഷ്യൻ്റെ അടുക്ക പോകേണ്ട ആവശ്യം, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം, ഇത് ഒരു കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കാണാൻ പറ്റുമെങ്കിൽ. പക്ഷെ അതല്ല അതിൻ്റെ പർപ്പസ്. എ ഐ ഈസ് ടു കോംപ്ലിമെൻറ്റ്, നോട്ട് ടു റീപ്ലേസ് ദ വർക്ക് ഓഫ് എ ഫിസിഷ്യൻ. കാരണം ഒരു ഫിസിഷ്യൻ അപ്പോൾ ആവശ്യമാണ്. കാരണം ഇതൊരു ഡയഗ്നോസിങ് ടെക്നിക്ക് മാത്രമാണ്. സോ ഈ ടെക്നോളജി ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഇതിനെന്താ ഗുണം വെച്ചാൽ ഇറ്റ് ഈസ് capable ഓഫ് predicting the future complications in patients and providing more accurate diagnosis and result from the outset. സോ ഇതാണ് അതിൻ്റെ വലിയൊരു ഗുണം. സോ പിന്നെ ഈ അതിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ വേറെ എ ഐ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ക്യുക്കായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതാണ് എ ഐൻ്റെ ഒരു വലിയൊരു ഗുണം. അപ്പോൾ ഈ കമ്പനി നെക്സ്റ്റ് ഇയർ അതിൻ്റെ IPO വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ യു ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ് ആൻഡ് വാച്ച് ഫോർ ദ IPO. എനിവേ താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. സോ നിഫ്റ്റിയിൽ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് ബൈ തന്നെയാണ്. സോ ഇഫ് യു ഗെറ്റ് നല്ലൊരു ലെവൽ കിട്ടിയ ബൈ തന്നെയാണ് ഞാൻ കാണുന്നത്. 25,000 ഈ സീരീസ് ക്ലോസ് ചെയ്യാൻ സാധ്യം. താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ.